വയനാട് പുൽപ്പള്ളിയിൽ ഭീതി വിതച്ച കടുവയെ ലൊക്കേറ്റ് ചെയ്ത് വനം വകുപ്പ്. ആടിക്കൊല്ലിക്ക് സമീപമുള്ള കവുങ്ങിൻ തോട്ടത്തിലാണ് കടുവയുള്ളതെന്ന് സ്ഥിരീകരിച്ചു. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട ദൌത്യത്തിനിടയിലും പ്രദേശത്ത് കടുവ ആക്രമണമുണ്ടായി. 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, ഇന്നലെ രാത്രി വൈകിയും ദൌത്യം തുടർന്നിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണമൊക്കെ നടത്തിയിരുന്നു. ഇന്ന് ദൌത്യസംഘത്തിന്റെ നീക്കം എത്തരത്തിലാണ്? കടുവ ഇപ്പോൾ എവിടെയാണുള്ളത്? ആര്യ, നിലവിൽ കടുവയെ രാവിലെ തന്നെ വനംവകുപ്പ് കടുവയുള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരുന്നു. അതായത് ഇന്നലെ രാത്രി കടുവ ഈ വനംവകുപ്പ് സ്ഥാപിച്ച ഊട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള സ്ഥലത്ത് കടുവ എത്തി. എന്നാൽ കൂട്ടിൽ കയറിയില്ല. പിന്നീട് ഈ തെർമൽ സ്കാനർ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കടുവ അവിടെ നിന്ന് മാറി പകരം തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തെത്തി, വെള്ളക്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തെത്തി. അവിടെ ഒരു ആടിനെ കടുവ പിടികൂടിയിരുന്നു. ആ ആടിനെ ഇരയാക്കി തന്നെ വനംവകുപ്പ് രാവിലെ തന്നെ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും കടുവ പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഒരു പ്രദേശവാസി വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് വിശദമായ പരിശോധന നടത്തിയിരുന്നെങ്കിലും കടുവയെ ഇപ്പോൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം. ഏതായാലും ഇപ്പോൾ ഈ രാത്രി മയങ്ങുന്നതിന് മുൻപ് തന്നെ ദൗത്യം ഏറ്റവും എളുപ്പത്തിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് നടത്തുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന വാർത്ത പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 3 ഇടങ്ങളിൽ, അതായത് ഈ കടുവാ ഭീതി ആശങ്കയായി നിലനിൽക്കുന്ന 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ ആടിക്കൊല്ലി, ആശ്രമക്കൊല്ലി, ആച്ചനഹള്ളി എന്നീ 3 വാർഡുകളിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ പുറത്തിറങ്ങുന്നതും കൂട്ടം കൂടി നിൽക്കുന്നതുമെല്ലാം ഒഴിവാക്കണം. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ സബ് കളക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഈ ജനവാസ മേഖലകളിലേക്ക് ഈ രാത്രിയൊന്നും പുറത്തിറങ്ങരുത് എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശവും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും കടുവയ്ക്കായുള്ള തിരച്ചിൽ വനംവകുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 4 കൂടുകളും 30-ലധികം ക്യാമറകളും ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കടുവ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. ഓരോ ദിവസം കൂടുന്തോറും കടുവ ഓരോ ആടിനെ പിടികൂടി ആക്രമിച്ചു കൊല്ലുന്നു. അതോടൊപ്പം ജനങ്ങൾക്കിടയിലും വലിയ ആശങ്ക പടർത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ നിരോധനാജ്ഞ അടക്കം ഇപ്പോൾ നിരോധനാജ്ഞയുടെ ഉത്തരവടക്കം ഇപ്പോൾ വന്നിരിക്കുന്നത്. ആര്യ, ദീപക്, കടുവ എവിടെയാണ് എന്നുള്ളത് ഇതുവരെയും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനം വകുപ്പിനോ ദൗത്യസംഘത്തിനോ ആയിട്ടില്ല എന്ന് തന്നെയല്ല. ഇപ്പോഴും ഈ ഡ്രോൺ നിരീക്ഷണം, ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ഇപ്പോഴും തുടരുന്നില്ലേ സ്ഥലത്ത്? അതായത് ഇന്നലെ രാത്രിയൊക്കെ കടുവയുടെ ലൊക്കേഷൻ കൃത്യമായി കടുവ ഏത് ഭാഗത്താണുള്ളതിനെ പറ്റി കൃത്യമായൊരു സ്ഥിരീകരണം വനംവകുപ്പിനുണ്ടായിരുന്നു. അത് പിന്തുടർന്നായിരുന്നു ഈ ദൗത്യം അവർ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ പിന്നീട്, അതായത് ഇന്ന് രാവിലെ മുതൽ കടുവ കമുകിൻ തോട്ടത്തിലുണ്ട് എന്നൊരു പ്രദേശവാസി പറഞ്ഞതിനെ തുടർന്ന് ഈ വനംവകുപ്പ് ജീവനക്കാർ അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. ആ സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ വിളവെടുക്കുന്ന തൊഴിലാളികൾ കടുവയെ കണ്ടു എന്നും വനംവകുപ്പിനോട് പറഞ്ഞു. പക്ഷേ വനംവകുപ്പ് അധികൃതർ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഇന്ന് പകൽ വനംവകുപ്പിൻ്റെ ഒപ്പം RRT ടീം അംഗങ്ങളും മയക്കുവെടി സംഘവും ഉണ്ടെങ്കിൽ പോലും മയക്കുവെടി വെക്കാനുള്ള ഡോക്ടർ അക്കൂട്ടത്തിൽ ഇല്ല എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. ഏതായാലും വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ സന്ധ്യ മയങ്ങുന്നതിന് മുൻപ് തന്നെ കടുവയെ പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ കടുവയുള്ളത് ആടിക്കൊല്ലി, അതുപോലെ തന്നെ അമരക്കുനി തുടങ്ങിയ ഈ പ്രദേശത്തിന് അടുത്തുള്ള കൃഷിയിടത്തിൽ തന്നെ ഉണ്ടെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. ആര്യ, കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനുള്ള നിരീക്ഷണങ്ങളൊക്കെ തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.